എൻ്റെ യൂട്യൂബ് ചാനലിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നൊരു ചൂരമീനില്ലേ, ചൂര, അത് വെച്ച് നമുക്കൊന്ന് കൂട്ടാൻ വെക്കുന്നതിൻ്റെ റെസിപ്പി നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ലൈറ്റ് മൊബൈലിൽ തീപ്പെട്ടി എടുത്ത് വരച്ച് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇത്തരം ഒരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചു. അപ്പോൾ ആ പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വറക്കാം. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ട് ആദ്യം പാനൊന്ന് ചൂടാകട്ടെ. പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് എടുത്ത് അതിനകത്തോട്ട് നമുക്ക് ആദ്യം മുളക് പൊടി മുന്നേറ്റാണ് കരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ഇടുന്നത്. ഇതുപോലെ 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇടും. അതൊന്ന് നമുക്കൊന്ന് മൂപ്പിക്കും. അപ്പം ചൂടാക്കിയാൽ മതി, ഇതേം കരിയണ്ട, ഒന്ന് ചൂടാക്കി അല്ലെ ആ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്കതൊന്ന് ചൂടാക്കാം. നമുക്കിത് ചെറുതായിട്ട് മതി. അപ്പം അതിനകത്തോട്ട് തന്നെ നമുക്ക് ഈ മുളക് പൊടി ഒരു സ്പൂണ്, പിന്നെ 1.5 സ്പൂണ് മുളക് പൊടി ഇടാം. ഇച്ചിരി ചൂരക്കല്ലേ, അതുകൊണ്ട് വലിയ എരിവില്ലാത്ത മുളക്, കാശ്മീരിയുടെ. അപ്പം നമുക്ക് അതൊന്ന് ഇട്ടൊന്ന് ചൂടാക്കാം. കരിഞ്ഞു പോയാൽ കൊള്ളത്തില്ല, അതുകൊണ്ട് എപ്പോഴും ഞാൻ ഗ്യാസിൻ്റെ ഇതങ്ങ്. പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിടും. അപ്പം മഞ്ഞൾപ്പൊടി ഞാൻ ഇടും. പിന്നെ ഇനിയും അതൊന്ന് നമുക്ക് ജസ്റ്റ് അതൊന്ന് ചൂടാം. കരിഞ്ഞാൽ കൊള്ളാതെ നമുക്കതെല്ലാം ഇങ്ങോട്ടും വാങ്ങിയിട്ട് നമ്മുടെ ചട്ടി എടുത്ത് നമുക്ക് അടുപ്പിലിട്ട് നോക്കാം. നമ്മൾ ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ച് ഈ മുളകും മല്ലി ഞാൻ ഇളക്കി. അപ്പം ഞാൻ ഈ മുളകും മല്ലിക്കകത്തോട്ടും നമ്മൾ എടുത്ത് ഇതിൻ്റെ തോട്ടുപുളി ഇട്ട വെള്ളം ഇരിപ്പുണ്ട്, അത് ഞാൻ ഇതിനകത്തോട്ടൊന്ന് വെച്ചു. ആ മുളക് പൊടിക്കകത്തോട്ട് ഞാൻ ഒഴിച്ചു. അപ്പോൾ അത് വാങ്ങി ഈ ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമ്മളത് ഒഴിച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടിയത് ഈ ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. ചട്ടി ഒന്ന് ചൂടാകുന്നിടം വരെ ഇരിക്കട്ടെ. നമുക്കതിനകത്തോട്ട് എണ്ണ ഒഴിക്കാം. ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് അപ്പം നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിക്കാൻ പോകും. എണ്ണയുടെ ഒന്നും അളവ് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഒരു ഇച്ചിരി നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം. ശകല എണ്ണ ഞാൻ ഒഴിച്ചു. അപ്പം ആ എണ്ണ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു കൊച്ചുള്ളി, 4 ഉള്ളി ചെറിയത്, ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും വെളുത്തുള്ളി, ഒരു 10-20 അത്രയും വെളുത്തുള്ളി. പിന്നെ ഞാൻ നാട്ടിൽ പോയപ്പം കൊണ്ടുവന്നത് അതുകൊണ്ട് ഇതുപോലത്തെ 3 നമ്മുടെ പാൽമുളക്, പച്ചമുളക്, ഇത് നല്ല ടേസ്റ്റ്. അത് പണ്ടൊക്കെ ഉണ്ടാകും, ഇപ്പം ഇല്ല. അപ്പോൾ അവിടെ ഒരിടത്ത് കണ്ടപ്പോൾ അത് എടുത്തുകൊണ്ട് വരാം, അതുകൊണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടിയുള്ള ചൂര ഞാൻ ഫ്രിഡ്ജിനകത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി, ഇത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പം ഈ ഇതുപോലത്തെ പാത്രത്തിൽ നന്നായിട്ട് കഴുകി സമനിരപ്പിന് വെള്ളം ഒഴിച്ച് ഫ്രീസറിനകത്ത് വെച്ചാൽ 1 മാസം കഴിഞ്ഞാലും നമ്മളിപ്പം മേടിക്കുന്ന ചൂരയുടെ കൂട്ടിരിക്കും കൂട്ടാൻ വെച്ചാൽ. അപ്പോൾ അങ്ങനെ ഞാൻ അത് ചെയ്തു. പിന്നെ ആണെങ്കിൽ ഇനി നമുക്കൊരു ശകലം ഉലുവ ഇടാം. ഇവിടെ ഉലുവ പൊടി ഇല്ലായിരുന്നു. അപ്പം ഇങ്ങനത്തെ മീനൊക്കെ കൂട്ടാൻ വെക്കുമ്പോൾ ഇച്ചിരി ഉലുവ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ ഇത്ര ഉലുവ നമുക്ക് ആ ഉലുവ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ഈ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ശരിക്കും മൂക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്ര ഉപ്പും കൂടെ നോക്കുക.
ആ മീനിന് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പില്ല. അപ്പം നമുക്ക് അതൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ആ വെളുത്തുള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയും കൂടെ അരിഞ്ഞത് അങ്ങോട്ട് നമ്മൾ മുളകുണ്ടല്ലോ അതും കൂടെ അരിഞ്ഞിട്ടുണ്ട്. മുളക് 2 എണ്ണം അത് നമുക്കൊന്ന് അരിഞ്ഞ് ആ മുളകിനകത്ത് നമ്മൾ കായം ചൂരയ്ക്ക് നമ്മൾ ഇച്ചിരി കായം ചേർക്കുന്നത് എപ്പോഴും നല്ലത്. നമുക്ക് ഗ്യാസ് നമുക്ക് ഇച്ചിരി കായം അതിനകത്തുണ്ട്. ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാവുന്ന തോന്നി നമുക്ക് ഇച്ചിരി ആവശ്യത്തിന് ശകലം കായം ഇട്ടാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ അതും ഇട്ടിട്ട് നമ്മുടെ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു മൂക്ക് വരിക. എന്നിട്ട് നമ്മൾ ഉപ്പിട്ടല്ലോ ഉപ്പിട്ടതാണ് നമ്മുടെ അതിൽ. ഇനി നമുക്ക് വേണ്ടിയത് നമ്മുടെ ഈ അരപ്പ് നമ്മളിവിടെ എടുത്തു വെച്ചായിരുന്നല്ലോ. ആദ്യം നമ്മൾ ചൂടാക്കി അത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് തേടി വെച്ച് അതിനകത്തോട്ട് നമുക്ക് ഈ പാത്രത്തിനകത്ത് ചട്ടിക്കകത്തോട്ട് ഒഴിച്ച് നമ്മുടെ മീൻ ചട്ടി കിടന്ന വെള്ളമൊക്കെ ഒന്ന് കുറുകി പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി ഒരു ശകലം ഈ പുളിയുണ്ടല്ലോ പുളി ആ പുളി നമുക്ക് ഇതിനകത്തോട്ട് ഇടും. അപ്പം നമ്മൾ ചൂര ഇല്ല അതുകൊണ്ട് നമുക്ക് വെള്ളം വേണം. ജസ്റ്റ് ഇത്രയും വെള്ളം കൂടെ നമുക്ക് ഒഴിക്കും. ഇനി നമുക്ക് ഒരടപ്പെടുത്തി ഇതൊന്ന് അടയ്ക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ തിളയ്ക്കുന്നിടം വരെ. അപ്പം നമ്മുടെ ചൂരമീൻ്റെ ഇതൊന്ന് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം തിളച്ചു. ഇനി അതിനകത്തോട്ട് നമ്മുടെ ചൂരമീൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതെടുത്ത് ഓരോ കഷ്ണമായിട്ട് ഇതിനകത്തോട്ടൊന്ന് ഇടും. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ലത്. വെള്ളം ഒഴിച്ച് ഞാനിങ്ങനെ ആദ്യം ഒരാളിങ്ങനെ പറയുന്നത് കണ്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേ എനിക്കത് ഒത്തിരി നല്ലതായിരുന്നു. അപ്പം ഞാനിപ്പോൾ അങ്ങനെ മീനേറെ മേടിച്ചിട്ട് നമുക്ക് ഇച്ചിരി അങ്ങോട്ട് ദൂരെ വാങ്ങിച്ചാൽ ഈ മീനിൻ്റെ മാർക്കറ്റ്. അപ്പം നമ്മൾ മേടിച്ചിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പം നന്നായിട്ടിരിക്കും നമ്മുടെ ഇന്ന് മേടിച്ച് മീൻ വെക്കുന്നതോട്. അപ്പം നമുക്കതൊരു തവിയിട്ട് ഒത്തിരി ഒന്നും ഇളക്കണ്ട. ചൂരയില്ലേ, ചൂര പൊടിയത്തില്ല. അപ്പം നമുക്ക് ആ ചൂരയൊന്ന് ഇങ്ങനെ ഒന്ന് അടച്ച് വെക്കാം. ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും വേണ്ട. 15-20 മിനിറ്റിനകം ഇതിവിടെ ഇരുന്ന് ഒന്ന് പറ്റിയിട്ട് ബാക്കി ഞാൻ അന്നേരം കാണിക്കും. അപ്പം നമുക്ക് അങ്ങനെ ചൂരമീനെല്ലാം റെഡിയായി. ഞാൻ ഗ്യാസ് ഒന്ന് നിർത്തി അതവിടെ കിടന്ന് വേവിട്ട് എന്നിട്ട് ഇനിയും നമുക്ക് എല്ലാം പറ്റി അവിടെ ഇരിക്കും. അപ്പം പിന്നെ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. ഇച്ചിരി കായപ്പൊടി ഇട്ട് ചെയ്യുക. പിന്നെ അതുപോലെ ഞാൻ മീനെ അങ്ങനെ വെച്ചുണ്ടാക്കുക. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ടാറ്റാ ബൈ ബൈ. ഓക്കെ. എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ.